നമസ്കാരം, അസ്സലാമു അലൈക്കും. ഗോർഷായി മറോബ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം വളരെ നല്ല ദിവസങ്ങളായിരുന്നു കേരളത്തിൽ. ഓണവും നബിദിനവും എല്ലാം ഒരുമിച്ച് വന്ന ദിവസങ്ങളായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു വീഡിയോ വൈറലാവുകയുണ്ടായി. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ, മറ്റു സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും അടക്കം അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുപോകാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എത്ര മനോഹരമാണ്! നമ്മുടെ ഉള്ളിലൊക്കെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് തോന്നല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മദ്ഹ് ചൊല്ലുന്നു, സലാത്ത് ചൊല്ലുന്നു, പൂക്കളം ഇട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ തനിമയാർന്ന ആഘോഷം. വിളക്കുണ്ട്, നിലവിളക്കുണ്ട്, ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്, ജീസസിന്റെ ഫോട്ടോ ഉണ്ട്. എന്നാൽ ഇത് കണ്ടപ്പോ ഇവിടുത്തെ വഹാബികൾക്ക് ഹാലിളകി. ഇത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടത് ഒരു വഹാബിയാണ്. ഇത് ഷിർക്കാണ്, വലിയ തെറ്റാണ്, ദൈവത്തിന്റെ അടുക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ പാട് ജാഹിലീങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഹാബിയാണ് ഇത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടത്. എന്നാൽ അതിലും വലിയ കോമഡി, ഇത് ആരുടെ വീഡിയോ ആണ്, എങ്ങനെയാണ്, ഒന്നും ആർക്കും അറിയില്ല. കമന്റ് ബോക്സിലൊക്കെ ഇത് ചിലർ പറയുകയാണ് ഇത് വഹാബികൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, ഇത് ഞങ്ങളുടേതല്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് സുന്നികൾ വരികയാണ്. സുന്നികൾക്കെതിരെയായിട്ടാണ് വഹാബികൾ ഇതിട്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നവർ നമുക്കറിയാം പകുതി വഹാബികളാണ്. അവർക്കും ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിങ്ങനെ കണ്ടപ്പം ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കമന്റിൽ അവിടെയുള്ള വർഗീയവാദം, ഇവരുടെ ഉള്ളിലുള്ള തീവ്രവാദം, വിഷം അവിടെ കാണാവുന്നതാണ്. ഏത് വിഭാഗമാകട്ടെ അവർ വന്നിട്ട് അവിടെ അവരുടെ വിഷം മുഴുവൻ എടുത്തിടുകയാണ് ചെയ്തത്. ഇത് കേരള സമൂഹത്തിന് മുന്നിൽ കാണിക്കപ്പെടാൻ തന്നെയാണ് ഇത് ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് വൈറലാവുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്കാണ്. ഇവിടെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോയും ഉണ്ട് എന്നുള്ളതും വളരെ കൗതുകരമാണ്. നബിദിനത്തിന് നടന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാം ആരുടേതാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. ഇത് കേരളത്തിലെ അൾറക്കാർ നടത്തിയ പ്രോഗ്രാമാണ്. എന്താണ് അൾറ? അലിഫ് ലാം മീം റ. എന്താണ് അതിന്റെ സന്ദേശം എന്നെല്ലാം തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാം. ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഞാനും ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഷർട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ അൾറയുടെ ആളുകൾ ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ചില അതിഥികളും അവിടെ ഉണ്ടായിരുന്നു. ആ അതിഥികളും ചിലപ്പോൾ വീഡിയോയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർക്ക് ഇത്ര കുരുപൊട്ടാൻ, ഇവരുടെ മതവർഗീയവാദം ഇളകാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചിലപ്പോൾ പൂക്കളമായിരിക്കും. അവിടെ ഉള്ളത് പൂക്കളമാണല്ലോ. പൂക്കളമായിരിക്കും ഇവരുടെ പ്രശ്നം എന്ന് വിചാരിക്കുന്നു. ഒരു പ്രശ്നം, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പൂക്കളം ഇട്ടവരാണ്. കേരളത്തിന്റെ ആഘോഷമാണ് ഓണം. മറ്റുള്ളതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ വസന്ത ആഘോഷമാണ്, ഇവിടുത്തെ വിളവെടുപ്പാണ്, ഇവിടുത്തെ പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്ന കാലമാണ്. നമ്മളെല്ലാവരും സ്കൂൾ പഠിക്കുമ്പോൾ പൂക്കളം ഇട്ടവരായിരിക്കും. ഇനി അവിടെ ഇട്ട പൂക്കളത്തെ പറ്റി പറയാം. അതിൽ അലിഫ് ലാം റാ ഉണ്ട്. അലിഫ് ലാം റാ എന്താണെന്ന് മേലോട്ട് നോക്കണ്ട, ഖുർആനിലുണ്ട് അലിഫ് ലാം റാ. അവിടെ അൾറ എന്ന് പൂക്കളം കൊണ്ട് എഴുതിയിട്ടുണ്ട്. റോസ് പൂ കൊണ്ടാണ് പൂക്കളം അലങ്കരിച്ചിട്ടുള്ളത്. റോസ് പൂ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗന്ധത്തിലാണ്. അതുപോലെ തന്നെ മുല്ലപ്പൂ കൊണ്ടും അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. മുല്ലപ്പൂ ഇമാം മഹദിയുടെ ഗന്ധമാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അടുത്ത പ്രശ്നം എന്താണ്? അവിടെ നിലവിളക്ക് ഉണ്ടായതാണോ? നിലവിളക്ക് എന്ന് കണ്ടപാട്, നിലവിളക്ക് കൊളുത്തിയപാട് നരകത്തിലിട്ട് പൊരിക്കുന്ന ഒരു അള്ളാഹുവിനെ, ദൈവത്തെയാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. എന്റെ സഹോദരന്മാരെ, നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വാ, ഉള്ളിൽ ദീപം കത്തിക്കൂ എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ് നിലവിളക്ക്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്നുള്ളതിന്റെ പ്രതീകാത്മകതമാണ് നിലവിളക്ക്. തീർച്ചയായിട്ടും അവിടെ നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നിലവിളക്ക് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഇവരെ പ്രശ്നം ഫോട്ടോ വെച്ചതാണ്. അതായത് അവിടെയുള്ള ഫോട്ടോ ഇവർക്ക് അലർജിയും ദേഷ്യവും വരാൻ കാരണം അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നടക്കുന്നതൊക്കെ നാടകങ്ങളാണെന്ന് ചോദിക്കുകയാണ്. എല്ലാവരുടെയും അല്ലേ നമ്മൾ പറയുന്നത്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ നടത്തുന്നതൊക്കെ വെറും കപട നാടകങ്ങൾ മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഒക്കെ കണ്ട പാടന്നെ ദേഷ്യം ഇങ്ങ് വരികയാണ്. അവിടെ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്, ജീസസിന്റെ ഈസാ നബിയുടെ ഫോട്ടോ ഉണ്ട്. ഇനി നിങ്ങളുടെ വാദം അവിടെ ഒരു ബിംബാരാധനയോ മറ്റോ ഒന്നുമല്ല ഉള്ളത്, ഫോട്ടോയാണുള്ളത്. ഇനി ഫോട്ടോ ഹറാമാണെന്നാണോ നിങ്ങളുടെ വാദം? ചോദിക്കട്ടെ. എന്നാൽ ഇവർ ഫോട്ടോ ഹറാമാണെന്ന് കേരളത്തിലെ വഹാബികളായിട്ടുള്ള മുജാഹിദ് പണ്ഡിതരും സുന്നികളും ഒക്കെ മുന്നേ ഇവരുടെ പൂർവിക ചരിത്രം എടുത്താൽ ഇവർ ഫോട്ടോ ഹറാമാണെന്ന് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മതപണ്ഡിതന്മാർ ഫോട്ടോ ഹറാമാണെന്ന് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ പാസ്പോർട്ടിൽ ഫോട്ടോ വേണം, ആധാറിൽ ഫോട്ടോ വേണം. മാത്രമല്ല ഇപ്പൊ ഇവരുടെ ഫോട്ടോ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അടക്കം ആരുടെ ഫോട്ടോയാണ് കൂടുതലുള്ളത്? ഈ വഹാബി മൗലവിമാരുടെ ഫോട്ടോയാണ്. ഇതിനെ എതിർക്കുന്ന സുന്നി മുസ്ലിയാക്കന്മാരുടെ ഫോട്ടോയാണ്. ചലിക്കുന്ന ഫോട്ടോയാണ് യഥാർത്ഥത്തിൽ വീഡിയോയിലൊക്കെ ഇവർ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അഭിപ്രായങ്ങൾ മാറുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ് നിങ്ങളെങ്കിൽ അത് ഹക്കായിരിക്കും. ഹക്ക് മാറൂല. നിങ്ങൾക്ക് മാറ്റം വന്നു. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്,
നിങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങളുടെ ഫോട്ടോ വെക്കാറുണ്ട്. സകല ഫ്ലക്സുകൾ നിങ്ങൾ അടിച്ചിറക്കാറുണ്ട് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ മൗലവിമാരുടെ ഫോട്ടോ ഉള്ള. എന്നാൽ നിങ്ങൾക്ക് അലർജി വരുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ കാണുമ്പോഴാണ്, ഈസാ നബിയുടെ ഫോട്ടോ കാണുമ്പോഴാണ്. ഇതെന്ത് വിരോധാഭാസമാണ്? അപ്പൊ ഫോട്ടോയാണ് പ്രശ്നമെങ്കിൽ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ആരാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് നോക്കാം. ഭഗവാൻ എന്ന പേര് കേട്ടിട്ടിനിയാൽ നിങ്ങൾക്ക് അലർജിയും ദേഷ്യവും മത തീവ്രവാദവും ഒന്നും പുറത്തേക്ക് വരണ്ട. ആദം നബിയെ, ആദം അലി ഇസ്ലാമിനെ ഖലീഫ എന്നല്ലേ ഖുർആൻ വിശേഷിപ്പിച്ചത്? പ്രതിനിധി എന്നാണ് അർത്ഥം. ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിന്റെ പ്രതിനിധി, അള്ളാഹുവിന്റെ പ്രതിനിധി, ദൈവത്തിന്റെ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഉന്നതനായിട്ടുള്ള പ്രവാചകനാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്ന മഹാപ്രവാചകനാണ്, കേവലമായ പ്രവാചകനല്ല. അപ്പൊ ആ ഫോട്ടോ അവിടെ ഉണ്ടാകുമ്പോൾ അവിടുത്തെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പ്രവാചകന്മാരെ അല്ലാതെ മഹാ ഇഷ്കിന്റെ പ്രവാചകനാണ്, മഹാ ഇഷ്കുമായിട്ട് വന്ന അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. അവിടുത്തെ ഓർക്കണ്ടേ, ഓർക്കപ്പെടണ്ടേ? നബിദിനവും ഓണവും ചേർന്ന് വന്നപ്പം അവിടുത്തെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഖുർആൻ റൂഹുള്ള എന്ന് വിശേഷിപ്പിച്ച ജീസസിന്റെ ഫോട്ടോയാണ്. യേശുക്രിസ്തുവിന്റെ ഈസാ നബിയുടെ ഫോട്ടോയാണ്, റൂഹുള്ളയുടെ ഫോട്ടോയാണ് അവിടെ വെച്ചത്. തീർച്ചയായിട്ടും അവിടുത്തെ ചിത്രകാരന്മാർ പകർത്തിയിട്ടുണ്ട്. അതിനെ കേവലമായിട്ടുള്ള നാവ് കൊണ്ട് ഇതേപോലെ വർഗീയത സംസാരിക്കുന്നവരും അല്ലെങ്കിൽ നാവ് കൊണ്ട് മതം പറയുന്നവരുമല്ല, ഹൃദയത്തിന്റെ യഥാർത്ഥ തസവുഫിന്റെ ആത്മീയതയിലൂടെ സഞ്ചരിച്ച് ഈസാ നബിയോടും മറ്റുള്ള പ്രവാചകന്മാരുടെ ഒക്കെ കണക്ഷൻ ആയവർ തീർച്ചയായിട്ടും ആ ഫോട്ടോ തന്നെയാണ് അവിടുത്തെ ഫോട്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ആ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. ഭഗവാൻ കൃഷ്ണനെ ഓർമ്മ വന്നാൽ, ഈസാ നബിയെ ഓർമ്മ വന്നാൽ, മുഹമ്മദ് നബിയെ ഓർമ്മ വന്നാൽ അത് ദൈവികതയിലേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ വെക്കേണ്ടത് ആരുടെ ഫോട്ടോയാണ്? ഫോട്ടോ നിങ്ങൾ അടക്കം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സകല തീവ്രവാദി വഹാബികളും ഇവിടുത്തെ സുന്നികളും ഒക്കെ ഫോട്ടോ വെക്കുന്നുണ്ട് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോ അല്ല, ഈസാ നബിയുടെ ഫോട്ടോയാണ്, ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ ആണ്. അത് തന്നെയാണ് അവിടെ വെച്ചത്. നിലവിളക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പൂക്കള കാര്യം പറഞ്ഞു. ഇതൊരു വൈറൽ കണ്ടന്റ് ആണല്ലോ. അപ്പൊ ഈ വൈറൽ കണ്ടന്റ് കിട്ടിയ പാട് വിസൽ മീഡിയ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു യൂട്യൂബർ, അദ്ദേഹത്തിന് 10 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്. അദ്ദേഹം അപ്പൊ തന്നെ ചാടി കയറി എടുത്തു ചാടി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ശരിക്കും ഒരു വാർത്ത നമ്മൾ കേട്ടാൽ അത് സത്യസന്ധമാണോ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഈ 10 ലക്ഷം സബ്സ്ക്രൈബറോട് ഒരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത് ആരെങ്കിലും. എന്നിട്ട് അദ്ദേഹം വന്ന പാട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കാദിയാനികളാണെന്നാണ്. അതുപോലും അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പിന്നീട് തിരുത്താൻ തയ്യാറായി അടുത്ത വീഡിയോ വന്ന്. അപ്പൊ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴെങ്കിലും അന്വേഷിക്കണ്ടേ? അടുത്ത വീഡിയോയിൽ ഇദ്ദേഹത്തിന് അൾട്രയുടെ ആളുകളാണ് ഇതെന്ന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞത് അന്വേഷിക്കാത്ത വിവരങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അൾട്രയെ പറ്റി നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു മാന്യത അതിന്റെ ആളുകളിലേക്ക് വരണം. എന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കണം. അവർ പറയട്ടെ ഇതെന്താണെന്ന്. നിങ്ങൾ ആരെയാണ് അതിൽ ഉദ്ധരിച്ചത്? ബാക്കഫിയെ, ഏതോ ഒരു ബാക്കഫി സമ്മേളനം നടക്കുമ്പോഴുള്ള ബാക്കഫിയാണ് അതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹമാണോ പറയേണ്ടത് അൾട്ര എന്താണെന്ന്? അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വിടുകയാണ് ചെയ്തത്. നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ 10 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള, ഒരുപക്ഷെ 10 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടായാൽ സബ്സ്ക്രൈബർ എല്ലാത്തവരും നിങ്ങളെ കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിന്നാണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത്. എന്തെങ്കിലും വിടുവായിത്തം വിളിച്ച് പറയരുത്. നിങ്ങൾ എടുത്തുചാട്ടക്കാരനാണെന്നുള്ളത് തെളിയിച്ചതാണ്. അപ്പൊ ഇദ്ദേഹം വിലയിരുത്തുന്നത്, ഇത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇദ്ദേഹം വിലയിരുത്തുന്നത് പണ്ഡിതന്മാരൊക്കെ ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല എന്നാണ്. അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങളൊരു അന്ധനാണ്. നിങ്ങൾ നേരിട്ട് പറയുന്നത് പണ്ഡിതന്മാരൊക്കെ ഇതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ പണ്ഡിതന്മാർ? നിങ്ങൾക്കറിയോ? മുഹീദ്ദീൻ ഷേഖ് വന്നപ്പോൾ 5000 കണക്കിന് ശരിയത്ത് പണ്ഡിതന്മാർ മുഹീദ്ദീൻ ഷേഖിനെതിരെ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിലെ പണ്ഡിതന്മാരും പാകിസ്ഥാനിനൊക്കെ ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? പ്രവാചകന്മാരും വിശുദ്ധരൊക്കെ വന്നപ്പോൾ അവരെ പൂവിട്ട് സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതെങ്കിലും പഠിച്ചു നോക്കാൻ തയ്യാറാകണ്ടേ? അവരെയൊക്കെ കല്ലെറിയുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ പോലെയുള്ള ഒരു തീവ്ര ഭരണകൂടവും തീവ്രവാദികളായ പണ്ഡിതന്മാർ, നമ്മൾ നേരത്തെ കമന്റിൽ കണ്ടവരെ പോലെയുള്ള അതിലും വലിയ തീവ്രവാദി പണ്ഡിതന്മാരും തീവ്രവുമുള്ള രാജ്യത്ത് അള്ളാഹുവിന്റെ മതം ഇഷ്കാണ്, ദൈവത്തിന്റെ മതം ദിവ്യ പ്രേമമാണെന്ന് പരസ്യമായി പറഞ്ഞാൽ എതിർക്കപ്പെടും, ബാൻ ചെയ്യും. സത്യം പറഞ്ഞവർക്ക് അത് തന്നെയാണ് ലോകത്തു നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇദ്ദേഹം ഈ പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാണല്ലോ പറഞ്ഞത്. ഈ പണ്ഡിതന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും വലിയ നീചന്മാരായിരിക്കും അവസാന കാലത്തെ പണ്ഡിതന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരാണോ നിങ്ങൾ പറയുന്ന ഈ ബാക്കഫി കൂട്ടവും മറ്റുള്ളവരും പാകിസ്ഥാനിൽ പറയുന്ന ഈ തീവ്രവാദി പണ്ഡിതന്മാരൊക്കെ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കൂ. അടുത്തത് അവരുടെ നാവ് ആരുമായിരിക്കും? കൽബ് ജാഹിലായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ആ ഭാഗം വരുന്നുണ്ട്, വിശദീകരിക്കുന്നതാണ്. അടുത്തത് ഇയാൾ പറഞ്ഞ ഒരു ആരോപണം എന്താണെന്ന് പറഞ്ഞാൽ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരാളെയും കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. അതായത് ഇതിനെപ്പറ്റി ഒരു കാദിയാനിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാദിയാനികളുടെ സന്ദേശം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു യൂട്യൂബറാണ് അതും. അവന്റെ പേര് തന്നെ ഇവിടെ പറയുകയാണ്, കാരണം പേര് പറയേണ്ടതുണ്ട്. അവന്റെ പേര് ബിൻഷാദ് എന്നാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം തുറന്നു പറയുകയാണ്, അവനൊരു കപടനും കള്ളനുമാണ്. കാരണം പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ,
ഏതൊരു ആൾക്കും ഏതൊരു ആശയത്തിനും, കാദിയാനികളിലെ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഈ വ്യക്തിയെയാണ്, ഈ ബിൻഷാദ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള വ്യക്തിയെ, ഏതൊരു ആശയവും സത്യസന്ധമായി പ്രചരിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രചരിപ്പിക്കേണ്ടതുമാണ്. മാത്രമല്ല കാദിയാനികൾക്കെതിരെയൊക്കെ ഈ തീവ്രവാദി മതക്കാർ ഉറഞ്ഞു തുള്ളുമ്പോൾ അതിനെയൊക്കെ എതിർക്കുന്ന ആളുകളാണ് നമ്മൾ. അവർ പറയുന്ന ആശയം തെറ്റായാലും അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്നാൽ ഇവൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ഇമാം മഹദിയാണെന്ന് സ്വീകരിക്കുന്നവരാണ് അവിടുത്തെ ദിക്ർ വേണ്ടത്. അതായത് അൾട്ര പറയുന്നത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ഇമാം മഹദിയാണെന്ന് സ്വീകരിക്കുന്നവർ ഉറപ്പായവരാണ് അവിടുത്തെ ദിക്ർ. അവിടെ നിന്ന് ആദ്യം തന്നെ ഉന്നതമായിട്ടുള്ള ദിക്റെ കൽബാണ് നൽകുന്നത്, അത് വേണ്ടത്. എന്നാൽ ഇവനാകട്ടെ ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ, എന്നിട്ട് ഇവൻ അന്വേഷിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ കയറി കൂടാൻ വേണ്ടി, അതൊരു കാപട്യമല്ലേ, ഇവൻ കള്ളനായതുകൊണ്ടല്ലേ. ഇങ്ങനെയാണോ പ്രബോധനം ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അഹമ്മദിയ ജമാഅത്തിന്റെ പ്രബോധനം നിങ്ങൾ നടത്തുന്നത്? ഇങ്ങനെയാണോ കാദിയാനികൾ പ്രബോധനം ചെയ്യേണ്ടത്? ഇവൻ എന്ത് ചെയ്തു? കളവ് പറഞ്ഞുകൊണ്ട്, സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ദിക്ർ കൊടുക്കൂ. കളവ് പറഞ്ഞുകൊണ്ട് ഈ ദിക്ർ വേണി, ഒരു ഉന്നതമായ മഹോന്നതമായ ദിക്ർ, ഈ ദിക്റിന്റെ മഹത്വം നമ്മൾ പറയും, അതിനെ പരിഹാസമാക്കിക്കൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് ദിക്ർ വേണി അവന്റെ അവസ്ഥ എന്താണെന്ന് അത് അവനിലേക്ക് തന്നെ തിരിച്ചു വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവൻ ചെയ്ത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ഇവൻ കളവ് പറഞ്ഞുകൊണ്ട് ദിക്ർ വേങ്ങിയവർ മാത്രമുള്ള ആ ഗ്രൂപ്പിലേക്ക് കയറിക്കൂടി. എന്നിട്ട് അവിടുന്ന് ഇവനക്കൊന്നും കേൾക്കണമെന്നും മനസ്സിലാവുക. കാരണം ഇവനക്ക് ദിക്റേക്കാൾ എന്താണെന്ന് പോലും അറിയില്ല, എന്താണെന്ന് പോലും തിന്നിട്ടില്ല. ബാക്കിയുള്ളത് എങ്ങനെ മനസ്സിലാവുക? എന്നിട്ട് ഇവൻ ചെയ്തത് അവിടുത്തെ എല്ലാവരും നമ്പർ എടുത്തിട്ട് ഇവന്റെ ഈ കാദിയാനി സന്ദേശം ഇങ്ങനെ അയച്ചു കൊടുക്കാം. ഇതാണ് ഒരാളുടെ പ്രബോധനം. അവർക്കൊന്നും അയച്ചു കൊടുത്തിട്ട് ഒന്നുമില്ല. അവരൊക്കെ ഉറപ്പുള്ള ഈമാനിൽ, 100 കൽബിലേക്ക് കയറിയ ഈമാനിലുള്ളവരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവൻ ചെയ്തത് ഫ്രോഡത്തരമാണ്, ഇവൻ കള്ളനാണ്, കപടനാണ്. തീർച്ചയായിട്ടും ഇവൻ പറയുന്ന വാദങ്ങളൊക്കെ വളരെ ബാലിശമാണ്. ഇവനക്കൊന്നും അറിയില്ല എന്ന് മാത്രമല്ല, ഇവനക്ക് ബേസിക് ആയിട്ടുള്ള ദിക്റേ കൽബ് പോലും അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇതിന്റെ ഭാരവാഹികൾ മറ്റേത് അൾട്ര നിങ്ങളുടെ ഒക്കെ പ്രസ്ഥാനങ്ങളെ പോലെ, നിങ്ങളുടെയൊക്കെ ഇവിടെയുള്ള മതപ്രസ്ഥാനങ്ങളെ പോലെ ഭാരവാഹികളെയും നേതാക്കളെയും ഉണ്ടാക്കാൻ വന്നതെന്നല്ല. അവിടുത്തെ ആത്മാക്കൾ, അവിടേക്ക് എത്തേണ്ട ദിവ്യാത്മാക്കൾ അവിടേക്ക് എത്തുന്നു. ബാക്കിയൊക്കെ കാരണമാണ്. അവരൊക്കെ ഡിവൈനാണ്. അവർക്കൊക്കെ ഡിവൈൻ ആയിട്ടുള്ള നിധിയാണ് ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അതിന്റെ ആത്മാക്കൾക്ക് ആ നിധി കിട്ടിയാൽ അത് വർക്കാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുഹൃത്തുക്കളെ, എന്താണ് അൾട്രയുടെ സന്ദേശം? സുഹൃത്തുക്കളെ, ഇമാം മഹദി സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അൾട്രയുടെ ഉള്ളവർക്ക്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ വിശ്വാസവും ഉറപ്പും അറിയലും ബോധ്യവും എന്നുള്ളതാണ്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എന്താണ് ലോകത്തിന് നൽകുന്നത്? സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ രഹസ്യം, അവിടുത്തെ പൂർണ്ണമായിട്ട് അവിടത്തിലായിട്ടുള്ള റിയാസിന്റെ രഹസ്യം സയ്യിദ് യൂനിസൽ ഗോഹർ അൾട്ര ടിവിയിൽ ഇത് പബ്ലിക്കാണ്. പബ്ലിക് ആയിക്കൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അൾട്ര ടി വി സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഇന്ത്യൻ സമയം 3 മണിക്ക് അവിടുന്ന് എന്നും ലൈവിൽ വന്നിട്ട് മഹാവിജ്ഞാനം സംസാരിക്കുന്നുണ്ട്. ആത്മീയതയെ പറ്റി, മനുഷ്യൻ ഉണരുന്നതിനെ പറ്റി, മനുഷ്യന്റെ ഉള്ളിൽ എന്താണ്, ആത്മീയതക്ക് അപ്പുറമുള്ളതും തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്. ഇത് ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇത് ഡിവൈൻ ലവിന്റെ സന്ദേശമാണ്. ദിവ്യ പ്രണയത്തിന്റെ, ദൈവിക പ്രണയത്തിന്റെ സന്ദേശമാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ, സയ്യിദ് യൂനിസൽ ഗോഹറിന്റെ ഈ പടയിൽ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ മതത്തിൽ നിന്നും, മതമില്ലാത്തവരിൽ നിന്നും എല്ലാം ഇതിൽ അണികളുണ്ട്. കാരണം മതമല്ല മാറേണ്ടത്, മറിച്ച് മനുഷ്യന്റെ ഹൃദയമാണ് മാറേണ്ടത്, ആത്മഹൃദയമാണ് മാറേണ്ടത്. ഈ കാലത്ത് അത്യുന്നതമായിട്ടുള്ള ആത്മീയത ഇറങ്ങി വരുന്ന കാലമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് എല്ലാ പ്രവാചകന്മാരും ചെയ്തത്. ഇനി നമുക്ക് ഫോട്ടോയിലുള്ള പ്രവാചകന്മാരിലേക്കും അവതാരങ്ങളിലേക്കും വരാം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, നിന്റെ ഹൃദയം എന്റെ നാമത്തിൽ തുടങ്ങണം, എന്റെ നാമത്തിൽ അവസാനിക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ചേർത്തിരുത്തി കൽബിലേക്ക് കണ്ണടക്കൂ, കൽബ് തുറക്കൂ എന്ന് പറഞ്ഞ് കൽബിലേക്ക് ദിക്ർ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ പ്രവാചകന്മാർ വരെ ഈ പ്രോസസ്സ് ചെയ്തത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്കാണ്, എല്ലാവർക്കും നിയമങ്ങളും മറ്റുള്ളതും ഒക്കെ പൊതുവായി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഡിവൈൻ ആയിട്ടുള്ള ആളുകൾക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ദിവ്യപ്രഭയെ, നൂറിനെ കൈമാറുകയാണ് ചെയ്തത്. ഈ പ്രോസസ്സാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവിടുത്തോട് ആകർഷിച്ചു വരുന്ന എല്ലാ മനുഷ്യരിലേക്കും ചെയ്യുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈസാ നബിയും ചെയ്തത്. ബൈബിളിലെ ആദ്യത്തെ കൽപ്പന എന്താണ്? ജീസസും ഇത് തന്നെയാണ് ചെയ്തത്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി, പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നാണ്. ആദ്യം അവിടെ ഹൃദയമാണ് പറഞ്ഞത്. അത് ഈ ആത്മഹൃദയമാണ്, ഈ കൽബാണ്. അതായത് കേവലമായിട്ട് വിശ്വസിക്കാനല്ല ഖുർആാനോ ബൈബിളോ കൃഷ്ണനോ ആരും പഠിപ്പിച്ചത്. കേവലമായിട്ടുള്ള വിശ്വാസമായി തീവ്രവാദത്തിലേക്ക് പോയതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ 100 ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, ആത്മഹൃദയം തുറന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ 100 ഹൃദയത്തിലാവുകയാണ്. അപ്പോഴാണ് ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്നത്, അപ്പോഴാണ് അള്ളാഹുവിനെ അറിഞ്ഞു തുടങ്ങുന്നത്, അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത ഡിവൈൻ ആയിട്ടുള്ള സ്നേഹം അവരിൽ വരികയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ നേരത്തെ പറഞ്ഞ കപടനായിട്ടുള്ള ബിൻഷാദ് പറയുന്നുണ്ട്, ഞങ്ങൾ ശ്രീകൃഷ്ണൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകുന്നവർക്കൊക്കെ ഞങ്ങൾ ചായ കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ.
അതുപോലെ തന്നെ മറ്റുള്ള മതസംഘടനകളൊക്കെ ഇപ്പൊ നമുക്കറിയാം അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. നമ്മുടെ ഈ വീഡിയോയാണ് ഈ സകല വഹാബികൾക്കും കാദിയാനികൾക്കും സുന്നികൾക്കും ഒക്കെ പ്രശ്നമായത്. സുഹൃത്തുക്കളെ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി, സയ്യിദ് യൂനുസ് അൽ ഗോഹർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് എന്താണോ എല്ലാ പ്രവാചകന്മാരും ചെയ്തത്, എന്താണോ ഇതിന്റെ കാതൽ, ഹൃദയത്തിലേക്ക് ഈ ദിവ്യനാമം, ഈ ദിവ്യപ്രഭ, ഈ 100 കൽബിലേക്ക് പ്രവേശിക്കലാണ്. അത് പ്രവേശിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ ഉള്ളിലുള്ളത് എന്താണ്? 100ആണ്. അവിടുന്ന് 100ന്റെ വക്താവാണ്, ദിവ്യപ്രഭയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ഉള്ളിലുള്ളത് എന്താണ്? 100ആണ്, ദിവ്യപ്രഭയാണ്. അവിടുന്ന് 100ന്റെ വക്താവാണ്. ജീസസിന്റെ ഉള്ളിലുള്ളതും ഈ ദിവ്യപ്രഭയാണ്, 100ആണ്. അവിടുന്ന് 100ന്റെ വക്താവാണ്. അപ്പൊ നമുക്കുള്ളിലും ഈ 100 ആയി കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിലും നമുക്കുള്ളിലും ഈ 100 പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അവരോട് യഥാർത്ഥ കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാടകമല്ല സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ സയ്യിദ് യൂനുസ് അൽ ഗോഹറിന്റെ പട ചെയ്യുന്നത് നിങ്ങളെപ്പോലെ നാടകമല്ല. ഉള്ളിലൊന്നും പുറത്ത് വേറെയല്ല. ഇത് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. ഭഗവാൻ കൃഷ്ണനെ നമുക്ക് പ്രണയമാണ്, സ്നേഹമാണ്. കാരണം ഭഗവാൻ കൃഷ്ണന്റെ ഉള്ളിൽ 100ആണുള്ളത്. ഞങ്ങളുടെ ഉള്ളിലേക്കും സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി തന്നിരിക്കുന്ന ആ ദൈവിക പ്രഭയാണ്. ആ ദൈവിക പ്രഭയാണ് ഈസാ നബിയിലുള്ളത്. ആ ദൈവിക പ്രഭയല്ലാണ് മുഹമ്മദ് റസൂലുള്ളാഹിയിലുള്ളത്. ഇതൊക്കെ ഒന്നാണെന്ന് അഭിനയിക്കുകയല്ല, അറിയുന്നവരാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ സയ്യിദ് യൂനുസ് അൽ ഗോഹറിന്റെ കുട്ടികൾ. അതിലെല്ലാവരും ഉണ്ട്. ഇവിടെ മതമല്ല മാറുന്നത്, മനുഷ്യനാണ് മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്. ഹൃദയത്തിൽ ദൈവിക നാമം പ്രവേശിച്ച് ദൈവിക പ്രഭയായാൽ ദൈവികമായിട്ടുള്ള സ്വാർത്ഥമല്ലാത്ത ഡിവൈൻ ലവ് വരും. അവിടുന്ന് മനുഷ്യൻ ശുദ്ധമാകാൻ തുടങ്ങും. ഈ പ്രോസസ്സാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയും സയ്യിദ് യൂനുസ് അൽ ഗോഹറും അൾറ മുന്നോട്ട് വെക്കുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം, പഠിച്ചു നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. അൾട്രാ ടിവിയിൽ പോയി പഠിച്ചു നോക്കാവുന്നതാണ്. ഇതിലുള്ളവരെ സമീപിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതിലുള്ള എല്ലാവരും ഡിവൈനാണ്. ഇത് നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ പോലെ നേതാക്കന്മാരെയും മൗലവിമാരെയും ഉണ്ടാക്കാൻ വന്ന പ്രസ്ഥാനമല്ല. ഇത് ദിവ്യാത്മാക്കളുടെ സമാഗമമാണ്. അതിലേക്ക് വന്ന് നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ തസവുഫിനെ പറ്റി, കൽബ് മാത്രമല്ല, അത് തുടക്കം മാത്രമാണ്, അത് തന്നെ ഉന്നതമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ തസവുഫിനെ പറ്റി സമഗ്രമായിട്ട് വിവരിക്കുന്ന ഗ്രന്ഥമാണ് ദീനിലാഹി. പഠിച്ചു നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതാണ്. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ മുഴുവൻ ആത്മീയതയും, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വലിയ വിഷയമാണ്, നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. മുഴുവൻ ആത്മീയതയെ പറ്റിയും പഠിപ്പിക്കുന്നു. കാരണം ഒരു ആത്മശാസ്ത്രം ഉണ്ടാവും. എല്ലാത്തിനും ഒരു തിയറി ഉണ്ട്. ഒരു ഫോൺ നിങ്ങൾ വാങ്ങിയാൽ ആ ഫോണിനെ പറ്റി ഒരു ബുക്ക് കിട്ടും. അപ്പൊ ഈ മനുഷ്യനാകുന്ന മനുഷ്യന്റെ ഉള്ളിൽ എന്താണുള്ളത്, ഇതാണ് ആത്മീയത, എന്താണ് മനുഷ്യന്റെ ആത്മാവ്, എങ്ങനെയാണ് അത് ഉണരുക, ഇതിനൊരു തിയറി ഉണ്ടാവും. ഇത് ഇതുവരെ രഹസ്യമായിരുന്നു. എന്നാൽ ഇപ്പൊ രഹസ്യങ്ങൾ പരസ്യമാകുന്ന കാലമായി ഇത് സമഗ്രമായി ഈ തസവുഫിനെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി പഠിപ്പിക്കുന്നുണ്ട്. ഈ തസവുഫ് പൂർണ്ണമായി, നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ടുള്ള ദൈവിക ദർശനം നടത്തി. 5 ലതായിഫ് ഉണർന്നു, ഒരു അന ഉണർന്ന് പൂർണ്ണ ദൈവിക ദർശനം നടത്തുകയുണ്ടായി. അപ്പോൾ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നത്, എന്നാൽ ഇപ്പോഴും ഇപ്പൊ കലികാലമായി ജനങ്ങൾക്ക് ആത്മഹൃദയത്തെ പറ്റി വരെ അറിയാതായി. നബി പറഞ്ഞ പോലെ നാവിൽ ആലിമും കൽബിൽ ജാഹിലുമായി, കൽബുണരാത്തവരായി ഇവരെ പണ്ഡിതന്മാർ വരെ. അതുകൊണ്ടാണ് ഇവർ തീവ്രവാദികളായത്. ഇത് ആദ്യം മുതൽ സമ്പൂർണ്ണമായി പഠിപ്പിക്കുകയും തസവുഫ് സമ്പൂർണ്ണമായി പ്രാക്ടിക്കലാക്കുകയും മാത്രമല്ല, അപ്ഡേറ്റ് ആകണ്ടേ. അതിലും ഉന്നതമായിട്ടുള്ള തസവുഫിനും അപ്പുറമുള്ള ഉന്നതിയുമായിട്ടാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നത്. ഇത് ഒരു വിജ്ഞാനത്തിന്റെ കടലാണ്, വിജ്ഞാനത്തിന്റെ സാഗരമാണ്, മാനവരാശിയിലേക്ക് മഹാപ്രണയത്തിന്റെ വിത്ത് ഇടലാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു നോക്കാൻ തയ്യാറാവുക. ഈ വിഷ്വൽ മീഡിയയുടെ ആളുകൾക്ക് അടക്കം വന്ന് പഠിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വീഡിയോ ഇതിന്റെ ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യാവുന്നതും. കുട്ടികളെ, യഥാർത്ഥ ഡിവൈൻ ലവ് വരുന്നെങ്കിൽ ഹൃദയത്തിലേക്ക് ദൈവിക പ്രഭ പ്രവേശിക്കണം. സ്പിരിച്വാലിറ്റിക്ക് മതമില്ല. കാരണം എന്താ? സിമ്പിളാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആത്മഹൃദയമുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആത്മാവുണ്ട്. അതിനെ ഉണർത്തുകയാണ്, അതിനെ ദിവ്യപ്രഭയാൽ ഉണർത്തുകയാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, എന്താണ് ദിക്റെ കൽബ്? പ്രാഥമികമായി ചെയ്യേണ്ടത്, ഇമാം മഹദി ഇവിടെ വന്നു കഴിഞ്ഞാൽ, അവസാനത്തെ അവതാരം ഭഗവാൻ കൽക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യരെ ഉണർത്തണം, മനുഷ്യരെ ഹയാത്താക്കണം, മനുഷ്യർക്ക് ആത്മജീവൻ കൊടുക്കണം. അതിനാദ്യം എന്താണ് ചെയ്യേണ്ടത്? ആത്മഹൃദയത്തെ ഉണർത്തണം, ആത്മാവിനെ ഉണർത്തണം, അത് പഠിപ്പിക്കണം, അത് പ്രാക്ടിക്കലാക്കണം. എന്നിട്ട് അതിനപ്പുറമുള്ളത് കൊണ്ടുവരണം. അവസാനത്തെ വരുന്ന അവതാരം, അവസാനം വരുന്ന മഹാദാത്ത്, മഹാവിജ്ഞാനത്തിന്റെ സ്ഫോടനമാകുമെന്ന് ലോകത്ത് എല്ലാവരും പറഞ്ഞതാണ്. അപ്പൊ അതെല്ലാം കൊണ്ടുവരികയാണ് വേണ്ടത്. എന്നാൽ ഇവർ പറയുന്ന പണ്ഡിതർക്കും ഈ പറയുന്ന അഹമ്മദിയ ജമാഅത്തിലെ കാദിയാനിക്കും എന്താണ് ആത്മഹൃദയമെന്നോ എന്താണ് കൽബെന്നോ, കൽബിൽ പോലും 100 കൽബിനെ ഉണർത്താനും അറിയില്ല. അവരുടെ കൽബന്നെ അജ്ഞമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ ഘോരമായി പ്രസംഗിക്കുന്ന ആളുകൾ വരെ ദിക്റെ കൽബ് എന്ന് കേട്ടിട്ട് പോലും അതെന്താണെന്ന് തിരിയാത്തത്. തീർച്ചയായിട്ടും ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ചില ഖുർആനിലൂടെ നമുക്ക് കടന്നു പോകാം. ഖുർആൻ 49:14 പറയുന്ന ഒരു സീനുണ്ട്. ഗ്രാമീണ അറബികൾ പറയുന്നു ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്ന്. അവർ നബിയോട് വന്ന് പറയാണ്. ഖുർആൻ പറയാൻ, നീ പറയുക നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല, എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളുക. മുഅ്മിനീങ്ങൾ നിങ്ങളായിട്ടില്ല. മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? ഈമാൻ നിങ്ങളുടെ കൽബിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ മുഅ്മിനീങ്ങളാണെങ്കിൽ ഈമാൻ കൽബിൽ പ്രവേശിക്കണം. ഈമാൻ ആകേണ്ടത് എവിടെയാണ്? ഇവർ ഈമാൻ എന്നൊക്കെ വലിയ ഇതിൽ പ്രയോഗിക്കുന്നുണ്ട്, വഹാബികളും ഖാദിയാനികളും ഈ സുന്നികളൊക്കെ. പക്ഷെ ഈമാൻ ആകേണ്ടത് കൽബിലാണ്. അത് നൽകാനാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നത്. അതാണ് സയ്യിദ് യൂനുസ് അൽ ഗോഹർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൽബിൽ 100 അവിടെയാണ് ഈമാൻ ആകേണ്ടത്. ദിവ്യപ്രഭ, ദൈവത്തിന്റെ പ്രഭ കൽബിലായാലും ദൈവത്തെ അറിഞ്ഞു തുടങ്ങല്.
അല്ലാതെ ഞങ്ങൾ മുഫ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് താടി വെച്ചിട്ടോ തൊപ്പി വെച്ചിട്ടോ മറ്റു ആചാരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടോ കാര്യമില്ല. ഇവിടുന്ന് കാതലാണ് നഷ്ടമായത്. 26, 88, 89 ഖുർആൻ 26-ാമത്തെ സൂറത്ത് 88, 89-ാമത്തെ ആയത്തിൽ, അതായത് സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം. എന്താണ് പ്രയോജനപ്പെടല്? സലീമായ കൽബുമായി അള്ളാഹുവിലേക്ക് ചെന്നവർക്ക് ഒഴികെ. സലീമായ കൽബുമായി അള്ളാഹുവിൽ എത്തണം. സലീമായ കൽബെങ്കിലും വേണം. കൽബ് സലീമാകാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരു പണ്ഡിതന്മാർ വരെയല്ല. അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാവ് ആലിമും കൽബ് ജാഹിലുമായവരാണ്. അതുപോലെ തന്നെ അണികൾക്ക് എന്താണ് ദിക്റേ കൽബ് എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കാദിയാനിക്ക് അവർ ഒരു പണ്ഡിതൻ പോലും അല്ല, എന്നിട്ടല്ലേ അവർ ഇമാം മഹദി ആവുന്നത്? എങ്ങനെയാണ് ആവുന്നത്? ഇമാം മഹദിയല്ല. കൽബിൽ ദിക്ർ ഇല്ലാത്തവന്റെ ഒരു ഷെയ്ഖ് കൽബിൽ നിന്ന് കൽബിലേക്ക് ദിക്ർ കൈമാറുകയാണ് ചെയ്യേണ്ടത്. അതുപോലും ദിക്റേ കൽബികളെ ഒരാളെ പോലും കാദിയാനി സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനും ദിക്റില്ല. അപ്പൊ അദ്ദേഹം ആരുടെ ആളാണ്? പിശാചിന്റെ ആളാണ്. കൽബിൽ അള്ളാഹുവിന്റെ നൂറില്ലാത്ത ആൾ പിശാചിന്റെ ആളാണ്. ഇത് പറയേണ്ടി വന്നത് ബിൻഷാദ് ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണ്. അതുപോലെ 22:46 ഖുർആന്, തീർച്ചയായും അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല, മറിച്ച് നെഞ്ചുകളിലുള്ള കൽബുകളെയാണ്. സുഹൃത്തുക്കളെ, ആത്മഹൃദയത്തെ ദൈവം നോക്കുന്ന, അള്ളാഹു നോക്കുന്ന ഈ കൽബിൽ അന്ധത ബാധിച്ചത് കൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെയായത് എന്നുള്ളതാണ്. 39:22 ഖുർആൻ, ഇസ്ലാമിന് വേണ്ടി ഏതൊരാൾക്കാണോ അള്ളാഹു ഷർഹ് സദർ ചെയ്തു കൊടുക്കുന്നത്. ഷർഹ് സദർ എന്ന് പറഞ്ഞാൽ ഹൃദയം തുറക്കലാണ്, ഈ ആത്മഹൃദയത്തെ തുറക്കുന്ന പ്രോസസ്സാണ് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊള്ളുന്ന അറാബികളോട് പറയുന്നത് കേവലമായ മുസ്ലിങ്ങളെന്ന് പറഞ്ഞതെന്നാണ് ആവശ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ, ഇവർ പറയുന്ന ഇസ്ലാമല്ല, യഥാർത്ഥത്തിൽ ദൈവിക സമർപ്പണത്തിലേക്ക് ദൈവത്തെ അറിഞ്ഞു തുടങ്ങണമെങ്കിൽ തന്നെ ഷർഹ് സദർ ചെയ്യണം, ഹൃദയം തുറക്കണം. അവർ തന്റെ രക്ഷിതാവികളിൽ നിന്നുള്ള നൂറിലായിരിക്കും. അവരുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് നൂറ് പ്രവേശിക്കുക ഗുരുവില്ലെന്നാണ്, അത് തന്നെ ഉണർത്തുന്ന ഗുരുവില്ലെന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് കൽബുകൾ കടത്തുപോയവർക്കാവുന്ന നാശം. അത്തരക്കാർ വ്യക്തമായ ദുർമാർഗത്തിലത്രേ. എന്താണ് ദിക്റേ കൽബ് എന്ന് പോലും തിരിയാത്ത, എന്താണ് ആത്മഹൃദയം പോലും എന്ന് തിരിയാത്തവരുടെ കാര്യമാണ് ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ അവർക്കത് എന്താണെന്ന് അറിയില്ല. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് കൽബുകൾ കടത്തുപോയവർക്ക് നാശമാണ്. ദിക്ർ കൽബിലാണ് ആകേണ്ടത്. ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അതിന് അതെന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഈ വഹാബികൾക്കും ഈ ഖാദിയാനികൾക്കും ഈ സുന്നികൾക്കും ഒന്നും. ഇവർക്ക് മതവർഗീയതയും മതമതിലുകളുമാണ് അറിയുന്നത്. ഈ മതമതിലുകൾക്കപ്പുറം മാനവരാശിയെ ഹൃദയത്തിൽ നൂറിട്ടുകൊണ്ട് ഒന്നിപ്പിക്കാനാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി വന്നിരിക്കുന്നത്. ഖുർആൻ 18:28, ഏതൊരുവന്റെ കൽബിനെ നാം നമ്മുടെ ദിക്റിനെ തൊട്ട് അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ അവനെ നീ പിൻപറ്റരുത്. കൽബിൽ ദിക്റില്ലാത്ത ആളെ പിൻപറ്റരുത്. എന്താണ് ദിക്റേ കൽബെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പഠിപ്പിച്ചു പോലും തരാത്ത കാദിയാനിയെ ഒന്നും നിങ്ങൾ പിൻപറ്റരുത്. ഇവിടെയുള്ള വിഷ്വൽ മീഡിയയിൽ കാണിച്ച വാക്കഫിമാരെ ഒന്നും പിൻപറ്റരുത്. അവരുടെ കൽബിൽ ദിക്റില്ല, അവരുടെ കൽബിൽ അള്ളാഹുവിന്റെ നൂറില്ല. ഈ തീവ്രവാദികളായ വഹാബികളുടെ കൽബിൽ അള്ളാഹുവിന്റെ നൂറില്ല. അള്ളാഹുവിന്റെ നൂറ് കൽബിൽ ഉണ്ടായാൽ ഡിവൈൻ ലവ് വരും, ദിവ്യ സ്നേഹം വരും. ഇത് പഠിപ്പിക്കാനും ഇത് നൽകാനുമാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി വന്നിരിക്കുന്നത്. ഇത് അവിടുത്തെ ആദ്യ സ്റ്റെപ്പാണ്. ഇതിനും അപ്പുറമാണ് ഉന്നതി. ഇതുപോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഈ ഖുർആൻ എന്താ പറയുന്നത് നോക്കാം. 2:62, അതായത് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി മനുഷ്യരിലേക്കാണ് വന്നിരിക്കുന്നത്. മനുഷ്യരിലേക്ക് വന്ന് മനുഷ്യർക്ക് മതമല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്. ഹൃദയത്തിൽ ദിവ്യപ്രഭമായാൽ നൂറായി കഴിഞ്ഞാൽ അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്നവൻ, മുഹ്മിന്. അതിന് അറബിയിൽ പറയുന്നത് മുഹ്മിന്. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ അസഹിഷ്ണുതയാണ്. എന്നാൽ ഖുർആൻ എന്താ പറയുന്നത്? 2:62 അൽ-ബഖറയിൽ തന്നെ ഖുർആൻ പറഞ്ഞ് ക്രിസ്തവരോ സാബികളോ ആരാകട്ടെ, വിശ്വസിച്ചവരോ ക്രിസ്തവരോ സാബികളോ യഹൂദരോ ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്രമം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അറിയിക്കുന്ന പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. അള്ളാഹുവിന്റെ സുഹൃത്തുക്കളായ ഔലിയാക്കളെ, വിശുദ്ധരെ ഖുർആൻ പ്രയോഗിക്കുന്ന അതേ പ്രയോഗമാണ്. അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ആർക്ക്? അവർ എന്താ ചെയ്യേണ്ടത്? അവർ ഏത് മതക്കാരനാകട്ടെ, അള്ളാഹുവിൽ, ദൈവത്തിൽ എങ്ങനെയാ വിശ്വസിക്കുക? ദൈവത്തിൽ കേവലമായി വിശ്വസിക്കാനല്ല പറയുന്നത്. നമ്മൾ പറഞ്ഞു സാക്ഷിയാകാനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദൈവത്തിൽ സാക്ഷിയാകാൻ, ദൈവത്തെ അറിയുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തെ ആരാണ് അറിയല്? എല്ലാ മനുഷ്യർക്കും ആത്മഹൃദയമുണ്ട്, കൽബുണ്ട്. അതിലേക്ക് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ നൂറ് ദിവ്യപ്രഭ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരാണ് ദൈവത്തെ അറിഞ്ഞു തുടങ്ങല്. അങ്ങനെയാണ് ദൈവത്തെ അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ബാഹ്യമായിട്ടുള്ള ഫോട്ടോ കണ്ടാലും മറ്റുള്ള വിളക്ക് കണ്ടാലൊക്കെ അതിനെയാണ് ശിർക്കായി കാണുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിലാണ് നിങ്ങളുടെ ശിർക്കുള്ളത്. ഈ വികാരവും ഈ തീവ്രവാദവും ഈ അസൂയയും ഈ കുശുമ്പും ഈ അഹങ്കാരവും ഈ അഹന്തയും ഇതെല്ലാമാണ് ശിർക്ക്. ഇത് ഹൃദയത്തിൽ നിന്ന് പോകണമെങ്കിൽ, ഹൃദയത്തിൽ അള്ളാഹു മാത്രമാകണമെങ്കിൽ, മാഫി കൽബി ജല്ലല്ലാ എന്ന് പറയുന്ന പോലെ ഹൃദയത്തിൽ അള്ളാഹ് മാത്രമാകണമെങ്കിൽ എന്താണ്? അള്ളാഹിന്റെ നൂറ് ഹൃദയത്തിൽ പ്രവേശിക്കണം. അപ്പൊ ഹൃദയത്തിൽ നിന്ന് എന്താവും? എല്ലാ അഴുക്കുകളും, എല്ലാ അസൂയയും, എല്ലാ മറ്റുള്ള തിന്മയും, എല്ലാ ഗുണങ്ങളും പോകും. ഇതാണ് ഏറ്റവും വലിയ ബിംബം, ഇതാണ് ഏറ്റവും വലിയ ശിർക്ക്. ഹൃദയത്തിൽ നിന്ന് ഈ ബിംബങ്ങളും ഈ ശിർക്കും ഒക്കെ പോകും. അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ നൂറ് ഹൃദയത്തിൽ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിപ്പിക്കാനാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ മതജാതി വ്യത്യാസമില്ലാതെ. ഇതൊരു മതപ്രസ്ഥാനമല്ല, ഇത് ആത്മീയമായിട്ടുള്ള ദിവ്യപ്രഭയുള്ള ഡിവൈൻ ലവിന്റെ പ്രസ്ഥാനമല്ല, അതിന്റെ ആത്മാക്കളുടെ സമാഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആത്മാക്കൾ അതിനെ സ്വീകരിക്കട്ടെ. ഇനി ഖുർആൻ 14
1:2 14-ാമത്തെ സൂറത്ത് 1-2 ആയത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. അലിഫ് ലാം റാ, അൽറ, അതാണ് അൽറ, അലിഫ് ലാം റാ. മനുഷ്യരെ അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം അവരുടെ റബ്ബിന്റെ അനുമതി പ്രകാരമാണ്. പിന്നെ അവിടെ ഈ ജാഹിലിങ്ങളായിട്ടുള്ള നാവിൽ മാത്രം അള്ളാഹു ഉള്ള, ദൈവമുള്ള, കൽബിൽ ജാഹിലികളായിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടാൽ തീവ്രവാദം ഉണരുന്ന പണ്ഡിതന്മാർ മിണ്ടരുത്. അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന്, ദുർമാത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, നൂറിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. അലിഫ് ലാം റാ. ആരെയാണ്? ഹിന്ദുക്കളെയല്ല, മുസ്ലിങ്ങളെയല്ല, ക്രിസ്ത്യാനികളല്ല, യഹൂദന്മാരെയല്ല, മനുഷ്യരെ. ഖുർആനാണ് പറയുന്നത്. അവരുടെ റബ്ബിന്റെ അനുമതി പ്രകാരം. ഇനി നിങ്ങളെ ബാക്കഫി കൂട്ടോ വേറെ കൂട്ടണ്ടി അവരൊക്കെ മുണ്ടരുത്. അവരുടെ റബ്ബിന്റെ അനുമതി പ്രകാരം ആരെ? മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നൂറിലേക്ക് കൊണ്ടുവരാൻ. ആ നൂറിലേക്ക് കൊണ്ടുവരലാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി ചെയ്തിരിക്കുന്നത്. അതായത് പ്രതാപിയും സ്തുതിയർഹനുമായിട്ടുള്ളവന്റെ മാർഗത്തിലേക്ക്. ഇവിടെ സിറാത്തുൽ മുസ്തഖീം എന്ന് പോലും അല്ല പറഞ്ഞത്, അസീസുൽ ഹമീദിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്. അള്ളാഹു മനുഷ്യർക്കായി തരുന്ന നിയമമുണ്ട്, മനുഷ്യർക്കായി തരുന്ന നിയമങ്ങളുള്ള മതങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറം ഈ അള്ളാഹുവിന് തന്നെ ഒരു ജീവിത രീതിയുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹുവിന് തന്നെ ഒരു ജീവിത രീതിയുണ്ട്. അസീസും ഹമീദുമായവന്റെ മാർഗത്തിലേക്ക്. ഇത് ഉന്നതമാണ്, ഇത് അത്യുന്നതമാണ്. ആരെയാണ് നയിക്കല്? മനുഷ്യരെ. സുഹൃത്തുക്കളെ, ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അൽറയെ പറ്റി വീഡിയോ കുറച്ച് ലോങ് ആയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. എന്നാലും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അൽറയെ പറ്റി നിങ്ങൾക്ക് സ്വതന്ത്രമായി പഠിച്ചു നോക്കാം, സ്വീകരിക്കാം, തള്ളിക്കളയാം, ഒക്കെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈസാ നബിയൊക്കെ മരിച്ചു എന്നാണ് പറയുന്നത്. കൽബിൽ ദിക്റില്ലാത്ത, ദിക്റെ കൽബ് എന്താണെന്ന് അണികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാദിയാനിയെ പോലെയുള്ളവർ പറയുന്നത് ഈസാ നബിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. നമുക്ക് നിത്യജീവൻ നൽകാൻ വരുന്നതാണ് ഈസാ നബി. ഈസാ നബിയും കാത്തിരിക്കുന്ന ഈസാ നബിന്റെ ഗുരുവാണ് ഇമാം മഹദി. അവര് തീർച്ചയായിട്ടും നിത്യജീവനായിരിക്കും. തീർച്ചയായിട്ടും ഈസാ നബി തിരിച്ചു വരും ഭൂമിയിലേക്ക്. ആ വിഷയമൊക്കെ നമുക്ക് സംസാരിക്കാം. ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ഇനി പബ്ലിക് ആകാനേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി നമുക്ക് നിത്യജീവൻ നൽകാൻ വരുന്നവനാണ്. ഈസാ നബിയുടെയും ഗുരുവാണ് ആര്? ഇമാം മഹദി, സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി. അവിടുന്നും പൂർണ്ണപ്രഭയോടെ ഇവിടെ തിരിച്ചു വരുന്നതാണ്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആത്മീയത അറിയണം. എന്താണ് വൈബത്തെന്നും ഈസാ നബിക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾ പഠിച്ചു നോക്കാൻ തയ്യാറാവുക. ഒരു വാർത്ത കേട്ടപാട് അതിനെ വിശ്വസിക്കരുത്. ഈ വിഷ്വൽ മീഡിയയുടെ യൂട്യൂബർ ചെയ്ത പോലെ നിങ്ങളാകരുത്. ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ചു നോക്കുക. എല്ലാവർക്കും സ്നേഹം. തീർച്ചയായിട്ടും കേരളം ആദിയോഗിയുടെ മണ്ണാണ്. ഭഗവാൻ ശിവൻ ഇവിടെയാണ് ആദ്യമായി വന്നത്, ആദം അലൈഹിസ്സലാം, ശ്രീലങ്കയിൽ നിന്ന്. അപ്പൊ ഇവിടെ ഈ ദിവ്യ സ്നേഹത്തിന്റെ സന്ദേശം, നിലവിലുള്ള മതിലുകളുള്ള മതങ്ങൾക്കൊക്കെ അപ്പുറമുള്ള ഈ ഡിവൈൻ ലവിന്റെ, മനുഷ്യരൊന്നാകുന്ന, മനുഷ്യർ ഹൃദയത്തിൽ നിന്ന് ആത്മാവുണർന്ന് ഒന്നാകുന്ന ഈ സന്ദേശം ഇവിടെ പരക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. അതിന്റെ ആളുകൾ അതിനെ സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും